ഇടുക്കി തൊടുപുഴ കോപ്പറേറ്റീവ് ലോ കോളേജിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ ഭീഷണി. 15ഓളം വിദ്യാർത്ഥികൾ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് കുട്ടികളുടെ ഭീഷണി. വിവരങ്ങളുമായി ജോസിൽ ചേരുന്നു. ജോസിൽ, എന്താണ് സംഭവം? നീലിമ, ഇടുക്കി തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിലാണ് ഇപ്പോൾ നിരവധി വിദ്യാർത്ഥികൾ കോളേജിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇവിടെ ഒരു കുട്ടിക്ക് കണക്കിൽ കൂടുതൽ ഇന്റേണൽ മാർക്ക് കൊടുക്കുകയും അങ്ങനെ ആ കുട്ടിക്ക് റാങ്ക് കിട്ടുന്ന അവസ്ഥയായിരിക്കും. മറ്റു കുട്ടികൾക്ക് 1-2 മാർക്ക് മാത്രം കൊടുക്കുകയും ഒരു കുട്ടിക്ക് മാനേജിന്റെ പ്രത്യേക പരിഗണനയുള്ള ഒരു കുട്ടിക്ക് മാത്രം ഇന്റേണൽ മാർക്ക് 25-ൽ 24 എന്ന കണക്കിൽ എല്ലാ വിഷയങ്ങൾക്കും കൊടുത്ത് ആ കുട്ടിക്ക് റാങ്ക് നേടിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും മറ്റുള്ള കുട്ടികളെ മാനസികമായും ആക്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ ഇന്നലെ സമരം നടത്തിയത്. ഈ സമരത്തെ തുടർന്ന് 7 കുട്ടികളെ ഇന്ന് പ്രിൻസിപ്പാൾ സസ്പെൻഡ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ 7 കുട്ടികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ കോളേജിന്റെ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടികളോട് തന്നെ ചോദിക്കാം, എന്താണ് ഈ കോളേജിൽ ഇപ്പോൾ ഈ സമരത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ? പറയൂ. ഈ കുട്ടികൾ പറയുന്നത് ഇവർക്ക് താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് പറയാൻ ഒരു മടി കാണിക്കുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് ഇന്നലെ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ച കുട്ടികളെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും പ്രതികരിക്കാനുള്ള മടിയാണ്. ഈ കുട്ടികളോട് ചോദിക്കാം, എന്താണ് ഈ വിഷയത്തിന് കാരണം? ചില 4 ദിവസമായിട്ട് ഇവിടെ സ്ട്രൈക്കാണ്. കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് അനധികൃതമായിട്ട് ഇന്റേണലും അതും മാർക്കും കൂട്ടി കൊടുത്ത പ്രവേശിച്ചാണ്. ഈ ഇന്റേണൽ ഇല്ലാത്തത് കൊണ്ട് പല പിള്ളേരും സപ്ലൈ അടിച്ചപ്പോൾ വീട്ടിലിരിക്കുക. 4 ദിവസമായിട്ട് പ്രതിഷേധമാണ്. ഇതിനെതിരെ ടീച്ചേഴ്സോ മാനേജ്മെന്റോ പ്രിൻസിപ്പാലോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് തെറ്റെങ്കിൽ പ്രിൻസിപ്പൽ ആവശ്യം എടുക്കണം, പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് തെറ്റെങ്കിൽ മാനേജ്മെന്റ് ആവശ്യം എടുക്കണം. പക്ഷെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനെതിരെ സമരം ചെയ്ത പാവപ്പെട്ട പിള്ളേരെ കള്ളക്കേസ് കൊടുക്കുക, റാഗിങ്ങിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കുക, സസ്പെൻഡ് ചെയ്തപ്പോൾ അവരാണ് ആത്മഹത്യ ഇരിക്കുന്നത്. എന്തിനു വേണ്ടി? ഈ കുട്ടികൾക്ക് വേണ്ടി സമരം ചെയ്ത അവർ ചെയ്ത തെറ്റ് എന്താണ്? നിങ്ങളുടെ ഈ നിങ്ങളുടെ മുദ്രാവാക്യം എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ? അനധികൃതമായി കുറച്ച് ഇന്റേണൽ മാർക്ക് പിൻവലിക്കണം, ഇവർക്കെതിരെ സസ്പെൻഷനും പിൻവലിക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഇനി കോളേജിൽ അങ്ങനെ ഫേവറിസം കാണിച്ച് ഇന്റേണൽ മാർക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ പല ഭീഷണി ഞങ്ങൾ പ്രത്യേകത. ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ ഞങ്ങൾ ഇന്റേണൽ മാർക്ക് കുറയ്ക്കും, വീട്ടിന് വിളിച്ച ഭീഷണിയൊക്കെ പ്രത്യേകത. 1.5 മണിക്കൂർ 2 മണിക്കൂർ വീട്ടിന് വിളിച്ച ഭീഷണി പ്രത്യേകമാണ്. ക്ലാസ്സിൽ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ തന്നെ ഇന്റേണൽ മാർക്ക് കുറക്കുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അറ്റൻഡൻസിനാണെങ്കിലും ക്ലാസ്സിൽ സംസാരിച്ചായിരിക്കാനും ശ്രദ്ധിച്ചിരിക്കാനും എല്ലാത്തിനും വേണ്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇന്റേണൽ മാർക്കിനെ പറ്റിയിട്ടാണ് ഭീഷണിപ്പെടുത്തിയാണ് നിർത്താറ്. എന്നിട്ട് ആ ഇന്റേണൽ മാർക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് മാർക്ക് കൂട്ടിക്കൊടുത്ത് അല്ലാത്തവർക്ക് മാർക്ക് കുറച്ച് ആ സെയിം മാർക്ക് തന്നെ എടുത്ത് നിൽക്കുകയാണ്. കണ്ടനേഷണൽ പെങ്കോച്ചിന് 5 മാർക്ക് അറ്റൻഡൻസ് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നീലിമ, ഇപ്പോൾ പ്രിൻസിപ്പാളിന്റെ അടുത്ത് ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ ചർച്ച നടത്തുകയാണ്. ഈ തിരിച്ചു വ്യത്യാസം അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് സംവിധാനങ്ങൾ ഇവിടെ എത്തി കുട്ടികളെ സുരക്ഷിതരായി താഴെ ഇറക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തൊടുപുഴ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ, തഹസീൽദാർ അടക്കമുള്ള ആളുകൾ ഇവിടെ പ്രിൻസിപ്പാളിനോട് ചർച്ച നടത്തുകയാണ്. പക്ഷേ പ്രിൻസിപ്പാൾ ഒരു തരത്തിലും സസ്പെൻഷൻ പിൻവലിക്കാൻ തയ്യാറാകുന്നില്ല. അതാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് ഗുരുതരമാക്കുന്നതിന് കാരണം. നീലിമ, ജോസിൽ, ഈ മാനേജ്മെന്റുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അവരുടെ വേർഷൻ എന്താണ് ഇക്കാര്യത്തിൽ? മാനേജ്മെന്റ് ഇവിടെ ഈ സമരം ആരംഭിച്ചത് മുതൽ പ്രിൻസിപ്പാൾ കഥ തുറക്കാൻ തയ്യാറാകാതെ കഥ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ തൊടുപുഴ തഹസീൽദാർ അടക്കമുള്ള ആളുകൾ പ്രിൻസിപ്പാളിന്റെ റൂമിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നീലിമ, ഇത് ഈ പ്രതിഷേധിക്കുന്നത് നിയമ വിദ്യാർത്ഥികളാണ്. കഴിഞ്ഞ 4 ദിവസമായി അവിടെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധം നടക്കുന്നു എന്നാണ് പറയുന്നത്. ഒരു കുട്ടിക്ക് മാത്രമായി ഇങ്ങനെ അനധികൃതമായി ഇന്റേണൽ മാർക്കും മറ്റ് മുൻഗണനകൾ നൽകുന്നതിനെതിരെയാണ് ഒരു കോളേജിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്നത്. എന്താണ് മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ പറയുന്നത്?
മാനേജ്മെന്റ് പറയുന്നത് അനൗദ്യോഗികമായിട്ട് പറയുന്നത് ആ കുട്ടി ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്, അതുകൊണ്ടാണ് അവർക്ക് ഒരു അറ്റൻഡൻസിന്റെ ഇവർ പറയുന്നത് 50% താഴെ മാത്രം അറ്റൻഡൻസ് ഉള്ള ഒരു കുട്ടിക്കാണ് 25-ൽ 24 മാർക്ക് കൊടുത്തത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. എന്നാൽ മറ്റുള്ള കുട്ടികൾക്ക് 2-3 മാർക്ക് വീതമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പല കുട്ടികളും തോൽക്കുന്ന സ്ഥിതിയും. 15ഓളം വിദ്യാർത്ഥികൾ ഈ കോളേജ് കെട്ടിടത്തിന്റെ മുകളിൽ നിലയുറപ്പിച്ച സ്ഥിതിയുണ്ട്. പോലീസ് അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. വലിയ രീതിയിൽ അവിടെ ചർച്ച പുരോഗമിക്കുന്നു. ജോസിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.